എന്നിട്ട് നൂറ ആദിലോട് പറയാണ്, അനുമോളെ ഒന്നും നമ്മളിനി അധികം അടുപ്പിക്കരുത് കേട്ടോ, അധികം ഇനിയും അനുമോളെ ഒന്നും അടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പുറത്തെ ഫ്രണ്ട്ഷിപ്പാണ് ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പ്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ബിഗ് ബോസ് ക്യാപ്റ്റൻസി ടാസ്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അനുമോളും ആര്യനും സാബുമോനും കൂടെ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഭാഗമായിട്ട് രാവിലെ തൊട്ട് ഒരു കയറിൽ 3 പേരും കൂടെ പിടിച്ചോണ്ട് ഇങ്ങനെ നടപ്പുണ്ട്. ആ കയറിൽ നിന്ന് ആരാദ്യമേ വിടുന്നു അയാൾ പുറത്തു പോകും. അപ്പൊ അതാണ് ഒരു പണി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് തോന്നുന്നു ഇവർ 3 പേരും പെട്ടെന്നൊന്നും ആ കയറിൽ നിന്ന് അങ്ങനെ വിടത്തില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോ ബിഗ് ബോസ് അടുത്തൊരു ടാസ്കും കൂടെ ചിലപ്പോ കൊടുക്കാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ടാസ്ക് കുഴപ്പമില്ലാതൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രൊവോക്കിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കൈ വിടാൻ വേണ്ടിയിട്ട്. ലക്ഷ്മിയും ആദിലയും നൂറയൊക്കെ അവിടെ നിന്ന് മറ്റേ ഉപദേശം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രൊവോക്ക് ചെയ്യ്, ഇതിങ്ങനെ സമയം കളയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷ്മി, ഒന്നും മിണ്ടാത്ത സാബുമാൻ വരെ എന്നിട്ട് ലക്ഷ്മിയോട്, സാബു മോനെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, സാബുമാൻ വരെ ഇടയ്ക്ക് ലക്ഷ്മിയോട് പറയുന്നത്, എന്റെ പൊന്നു ലക്ഷ്മി മിണ്ടാതിരി, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും ഇത് എത്ര പാടാണെന്ന് എന്നൊക്കെ സാബുമാൻ വരെ ഇന്ന് ലക്ഷ്മിയോട് പറയുന്നത് കേട്ടു. ലക്ഷ്മിയുടെ ഗെയിം കളിക്കാൻ നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആര്യൻ കിച്ചൺ ടീമിലുള്ളതാണല്ലോ ലക്ഷ്മിയുടെ കൂടെ. അപ്പം ആര്യനോട് പറയുന്നുണ്ട്, ടാസ്ക് മോനെ, നീ കിച്ചണിൽ പണിയെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കയ്യിൽ കയറ് പിടിക്കണം, മറ്റേ കൈ കൊണ്ട് വേണം പണിയെടുക്കാൻ. ആര്യന് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും കൊള്ളാം, സഹായിക്കാനായിട്ട് നമ്മുടെ അനുമോളും കൂടെ നിൽക്കുന്നുണ്ട് ആര്യന്റെ. എന്താണെങ്കിലും നല്ല കാര്യമൊക്കെ. അനുമോൾ അക്കാര്യത്തിലൊന്നും വൃത്തികേട് എന്തായാലും കാണിക്കുന്നൊന്നുമില്ല. ഇപ്പൊ ചോറെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാനൊക്കെ അനുമോൾ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടു ആര്യനെ. ഒരു കൈ കൊണ്ട് ആര്യൻ പിടിക്കുന്നു, മറ്റേ കൈ കൊണ്ട് അനുമോൾ ഇങ്ങനെ സഹായിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ക്യാപ്റ്റൻസി ടാസ്ക് ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരു സൈഡിൽ നമ്മുടെ ആദില, കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും, നമ്മുടെ അനീഷിനെ വെച്ച് മാത്രം ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ആദില. അനീഷിന്റെ പുറകെ നടന്ന് ചൊറിയുക. കഴിഞ്ഞ ആഴ്ച അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലായിരുന്നു, കാരണം ലാലേട്ടൻ ഒരു കൊട്ടും കൊടുത്ത് നിർത്തിയതായിരുന്നു. ഈ ആഴ്ചത്തെ തിങ്കളാഴ്ച വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ആദില. എന്ത് കാര്യത്തിലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങളൊരു കാര്യം കൂടെ ആലോചിക്കണം, വേറൊരു പെർസ്പെക്റ്റീവ് നോക്കുമ്പം ആദിലയ്ക്കും കണ്ടന്റ് വേണം. അനീഷിനെ ചൊറിഞ്ഞാലാണ് ഗംഭീര കണ്ടന്റ് വരുന്നതെങ്കിൽ അനീഷിനെ ചൊറിയും. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, അനീഷ് അത്ര വലിയ മാന്യനായിട്ടുള്ള വ്യക്തിയൊന്നും അല്ല. അനീഷ് ഏട്ടൻ ഗെയിം കളിക്കാനാണ് വന്നത്. പുള്ളിയുടെ കള്ളത്തരമുണ്ട്, പുള്ളിയുടെ ഉടായ്പുണ്ട്, ഞാൻ അതിനകത്തൊന്നും തെറ്റ് പറയത്തില്ല. കാരണം ഗെയിം കളിക്കാനാ വന്നേ, അല്ലാതെ നന്മമരം കളിച്ച് ദ ബെസ്റ്റ് നന്മമരം ഓഫ് ദ ഇയർ മറ്റേ അവാർഡ് മേടിച്ചോണ്ട് പോകാനൊന്നും അല്ല വന്നിരിക്കുന്നത്. പിടികിട്ടിയോ? അനീഷിനെക്കാട്ടിലും എന്തോരം വലിയ തല്ലിപ്പൊളികളും കള്ളം പറയുന്നതും ഒക്കെ അതിനകത്തുണ്ട്. മിത്രമേ എന്ന് വിളിച്ച് നടക്കുന്ന കുറെ കള്ളന്മാരൊക്കെ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് അനീഷിന്റെ കള്ളത്തരം എനിക്കത്ര വലിയ ഇതായിട്ടും തോന്നുന്നില്ല. കള്ളം പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ, ഇല്ലാതൊന്നും ഞാൻ പറയത്തില്ല, തർക്കിക്കാനും വരത്തില്ല. അപ്പൊ എന്താണെങ്കിലും അനീഷ് ഏട്ടൻ ആദില നടുക്ക് നൂറ ഇരിപ്പുണ്ട്. ഇവരുടെ ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുമ്പോൾ ലിവിങ് ഏരിയയിലാണ്. ഇതിന് തൊട്ട് പുറകിൽ നമ്മുടെ മറ്റേ ആ മഞ്ഞ കുഷ്യനൊക്കെ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇരുന്നുകൊണ്ട് അക്ബർ ഇങ്ങനെ ഇതിനകത്തോട്ട് തലയിടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് കയറി പറ്റണം, ഒരു വഴക്കിനകത്ത് എനിക്ക് തലയിട്ട് കുറച്ചുകൂടെ ഒന്ന് കത്തിക്കണം എന്നുള്ളൊരു മൂഡിൽ അക്ബർ അവിടെ ഇരിപ്പുണ്ട്. അത് അക്ബറിന്റെ ഗെയിം. ഞാൻ അതിനകത്ത് അക്ബറിനെയും കുറ്റം പറയത്തില്ല. ഇതാണ് ഗെയിം. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അക്ബർ മാക്സിമം നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് കയറി കത്തിക്കാൻ വേണ്ടിയിട്ട്, അക്ബറിന് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങോട്ട് കിട്ടുന്നില്ല. അക്ബർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അനീഷും ആദിലയും അവരുടെ ആ ഒരു കോൺവെർസേഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ നൂറ പറയുന്ന ഇവരിടയ്ക്ക് ഒന്ന് കേൾക്കും, ഇല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അക്ബറിന് കുറെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഇവരുടെ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളാണ്. PR-നെ പറ്റി സംസാരിക്കുന്നുണ്ട്. അനീഷേട്ടൻ മറ്റേ സ്ഥലം വിറ്റിട്ടാണ് വന്നത്, ആ ഒരു സാധനം പറയുന്നുണ്ട്. പിന്നെ മറ്റേ കോമണർ 5 പേര് വേണമെന്ന് അനീഷേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. നമ്മുടെ സാബുമോൻ ചേട്ടൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാം എന്ന് പറയുമ്പോഴത്തേക്കാണ്, സാബുമോന്റെ ഇടയ്ക്ക് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്ന് പറയുമ്പോഴാണ് അനീഷ് ഈ കാര്യം ആദ്യമേ എടുത്തിടുന്നത്. കോമണർ ഞാൻ അപ്പോഴാണ് കേട്ടോ കാണുന്നത്. അതിന് മുന്നേ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് താഴെ പറയുക. ഞാൻ അപ്പോഴാണ് കാണുന്നത് ഈ കോമണറിന്റെ കേസ്. 5 കോമണേഴ്സ് വേണം എന്നൊക്കെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോമണേഴ്സ് വേണം, അതല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ സാബുമോൻ ചേട്ടൻ്റെ അടുക്ക ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി അത് വേറെ രീതിയിൽ, അതിന്റെ ആവശ്യമില്ല ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടുന്നു. അനീഷിന് ചോദിക്കാനുള്ളൊരു കാര്യം അനീഷ് ചോദിച്ചു. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. പിടികിട്ടിയില്ലേ? അത് ബിഗ് ബോസിന്റെ ഇടയ്ക്ക് ഇപ്പൊ ചോദിക്കാൻ പുള്ളിക്ക് കിട്ടിയ ഒരു സ്പേസ് കിട്ടിയപ്പോൾ പുള്ളി ചോദിച്ചു. പക്ഷെ അതിവിടെ അല്ലായിരുന്നു ചോദിക്കേണ്ടതെന്നൊക്കെ അതിലിരുന്ന് രാവിലെ പറയുന്നത് കേട്ടു. പിന്നെ ബിഗ് ബോസിനകത്തെ കാര്യം ബിഗ് ബോസിനകത്തല്ലാതെ വേറെ എവിടെ പോയിട്ടാണ് അനീഷ് ചോദിക്കേണ്ടത്? അനീഷിനൊരു സ്പേസ് കിട്ടി. അനീഷിനകത്ത് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യം അനീഷ് ചോദിച്ചു. അതിനകത്ത് എനിക്കത്ര വലിയ തെറ്റൊന്നും തോന്നുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് അതിനകത്ത് ഒരു തെറ്റും തോന്നുന്നില്ല. പിന്നെ
ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇന്നിങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലക്ഷ്മി ആര്യനെ ചൊറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അനീഷേട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. PR-ന്റെ കേസും അനീഷേട്ടൻ സ്ഥലം വിറ്റിട്ടാണ് വന്നത്, അത് എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു. അത് ചിലപ്പോൾ ഉടനെ നൂറ് പറയുന്നുണ്ട്, ചേട്ടാ അത് ചിലപ്പോൾ നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം. അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാനത് പറഞ്ഞിട്ടില്ല, ഞാൻ സ്ഥലം വിറ്റിട്ടുമില്ല, ഞാൻ വിറ്റു എന്ന് പറഞ്ഞിട്ടുമില്ല. ഇനി ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തെളിവ് കാണിക്കട്ടെ. എന്നിട്ട് ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യാണ്. ബിഗ് ബോസ്, ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വാക്കൗട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ആദില, നിങ്ങൾ വാക്കൗട്ട് ചെയ്യുമോ എന്ന് ആദിലോട് ചോദിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ചേട്ടാ എന്നെ അതിനൊന്നും കിട്ടത്തില്ല, നെവിൻ അന്നൊരു മണ്ടത്തരം കാണിച്ചു, അതുപോലത്തെ മണ്ടത്തരം ഒന്നും ഞാൻ കാണിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ അനീഷേട്ടൻ പറയുന്നത്, അപ്പൊ പിന്നെ നീ എന്ത് ചെലവ്, അപ്പൊ നീ പറയുന്നതിനകത്തൊരു കാര്യമില്ല, നീ കള്ളം പറയുകയാണ്. ഉടനെ നൂറ പറയുന്നു, ചേട്ടൻ ചിലപ്പോൾ അബദ്ധത്തിൽ പറഞ്ഞതായിരിക്കാം. എങ്ങനെ അനീഷ് കള്ളം പറഞ്ഞു? അനീഷ് കള്ളം പറയുന്നുണ്ട്, ഇല്ലാന്നൊന്നുമല്ല. പക്ഷെ ഈ ഒരു കേസിൽ അനീഷ് അത് പറഞ്ഞിട്ടില്ല എന്ന് അനീഷ് അത്രയും ഉറച്ച് വിശ്വസിച്ച് പറയുമ്പോഴത്തേക്കും അപ്പോഴും ഇല്ല, അനീഷ് കള്ളനാണ്, അനീഷ് അത് പറഞ്ഞു കാണും, ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആദിലയുടെക്കാട്ടിലും ഉപരി നൂറ. പക്ഷെ അത് അനീഷ് വിട്ടുകൊടുക്കുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ചലഞ്ച് ഏറ്റെടുക്കുക, എന്നിട്ട് വാക്കൗട്ട് ചെയ്യും. ഞാൻ വാക്കൗട്ട് ചെയ്യാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാക്കൗട്ട് ചെയ്യാം എന്നൊക്കെ അനീഷേട്ടൻ എന്തായാലും പറയുന്നുണ്ട്. പക്ഷെ വാക്കൗട്ട് എനിക്ക് തോന്നുന്നു അനീഷേട്ടൻ ഗെയിം കളിക്കുക, നല്ല കനത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി എങ്ങാണോ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്താൽ അനീഷ് ചിലപ്പോൾ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആദില ഇറങ്ങി പോകേണ്ട വരും. ഇല്ലെങ്കിൽ അത് പറഞ്ഞ് അനീഷ് കുത്തി കീറും ആദിലേനെ. പിടികിട്ടിയോ? അപ്പം ആ സംഗതിയൊക്കെ രാവിലെ ഇങ്ങനെ ഒരു കാര്യവും ഇല്ല, കഴിഞ്ഞു പോയതാണ്, ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ. ഷാനവാസ് കാക്കനെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇന്ന് സത്യം പറഞ്ഞാൽ ഷാനവാസ് കാക്കയ്ക്ക് ഒരു സ്പേസും ബിഗ് ബോസ് കൊടുക്കുന്നില്ല. ചിലപ്പോൾ ഇനി എപ്പിസോഡ് വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്കി. ഇപ്പോൾ ഉച്ചയായതല്ലേ ഉള്ളൂ, 1 മണി ആയതേ ഉള്ളൂ, ഞാൻ വീഡിയോ ചെയ്യുന്ന 1 മണി ആയപ്പോഴാണ്. ഇതുവരെയായിട്ടും വലുതായിട്ടൊന്നും ഷാനവാസിക്ക് സ്പേസ് ഇല്ല. അങ്ങ് ഒതുക്കി കളഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഒതുങ്ങി പോയതുപോലെ എനിക്ക് തോന്നുന്നു. എങ്ങും ഷാനവാസ് ഒരു വാക്ക് മിണ്ടുന്നത് പോലും ഞാൻ ഇത്ര നേരമായിട്ട് കണ്ടില്ല കേട്ടോ ഷാനവാസിന്റെ. അക്ബർ പിന്നെയും ഇടയ്ക്ക് വന്ന് തലയിട്ട് കയറാൻ നോക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അക്ബറിന് സ്പേസ് കൊടുക്കുന്നില്ല. പക്ഷെ എവിടെയൊക്കെയോ ബിഗ് ബോസ് അക്ബറിന്റെ ഫേസ് ഒക്കെ കാണിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് അതുണ്ട്. പക്ഷെ ഷാനവാസ് എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ആ ഒരു വഴറ്റിയെടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ ഷാനവാസ് അങ്ങ് മൂത്തുപോയി. ഷാനവാസ് മൂത്തില്ലാതെ ആയി പോയതുപോലെ എനിക്ക് തോന്നുന്നു. ഒന്നും ഒരനക്കവും ഇല്ല. പിന്നെ ആദില നൂർ അവരൊക്കെ ഇന്നലെ പ്ലാൻ ചെയ്തു, അനുമോൾ ഉൾപ്പെടെ. ഷാനവാസിനെ ഇനി അധികം അങ്ങോട്ട്, ഷാനവാസ് ഒരു മണ്ടനാണ് എന്നുള്ള രീതിയിലുള്ള പറച്ചിൽ വരെ ഇന്നലെ അനുമോളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗെയിം കളിക്കാനൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഷാനവാസിന് അങ്ങനെ ഗെയിം കളിക്കാനൊന്നും, ഗെയിം കളിക്കുക ഇൻ ദ സെൻസ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് തമ്മിൽ തല്ലിക്കുക, ഇതൊക്കെ പുള്ളിക്ക് പറ്റും. അല്ലാതെ ഒരു ടാസ്ക് ആയിട്ട് എടുത്ത് അതിനെ തിങ്ക് ചെയ്ത് കളിക്കാനായിട്ട് ഷാനവാസിന് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ സീക്രട്ട് ടാസ്ക് നല്ല വൃത്തിക്ക് പൊളിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ്. അപ്പം എന്തിനായിരുന്നു അത്? പുള്ളി എന്നിട്ട് അടുത്ത ദിവസം പറയുന്നുണ്ട് ആര്യന് എന്തെങ്കിലും ചിലപ്പോൾ സൂപ്പർ പവർ കിട്ടിയാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള തിങ്കിങ് ഉണ്ട്. പക്ഷെ എന്തായാലും ആ സീക്രട്ട് ടാസ്ക് പൊളിച്ചത് പുള്ളിക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു അടിയായിപ്പോയി. പക്ഷെ പറയാൻ പറ്റത്തൊന്നുമില്ല, പുള്ളി ഇനി മുന്നോട്ട് നന്നായിട്ട് ഗെയിം കളിച്ചാലും മതി. എന്തായാലും പുള്ളി പെട്ടെന്നൊന്നും പുറത്തു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ ഒരാഴ്ച പുള്ളി ഗെയിം കളിച്ചില്ലെങ്കിലും ഒതുങ്ങിപ്പോയാലും അങ്ങനെ പെട്ടെന്നൊന്നും പുള്ളി വെളിയിൽ വരാൻ സാധ്യതയില്ല. പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അവര് പുള്ളിക്ക് തന്നെ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അതിനകത്തൊന്നും ഒരു കുറവ് വരുമെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് ഈ 3 പേര് ക്യാപ്റ്റൻസിക്ക് വേണ്ടി കയറും പിടിച്ച് മത്സരിക്കുന്നുണ്ടല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലാണ് ലക്ഷ്മി ഇപ്പറേ നിന്നുകൊണ്ട് അവരെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നല്ല രീതിയിൽ ലക്ഷ്മി ചൊറിഞ്ഞു വിടുന്നുണ്ട്, ആര്യനെ ഇടയ്ക്ക് പണിയെടുപ്പിക്കാനായിട്ട് വിടുന്നുണ്ട്. ആര്യനൊക്കെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ആര്യൻ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, ആര്യൻ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും ആര്യൻ ബെറ്ററായി വരുന്നുണ്ട്, ആര്യൻ്റെ ഗെയിം ബെറ്ററായി വരുന്നുണ്ട്. ഇപ്പം അനുമോളെ ചൊറിയേണ്ട ഈ ഒരു കേസിൽ അനുമോളെ ചൊറിയുന്നൊക്കെ തന്നെ ഉണ്ട്. സാബുമാൻ മാത്രമാണ് മറ്റേ ചത്ത എലിയെ പോലെ ഇങ്ങനെ നടക്കുന്ന അവരുടെ കൂട്ടത്തിൽ. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും സാബുമാനില്ല. അനുമോളോ നമ്മുടെ ആര്യനോ ക്യാപ്റ്റൻ ആയാൽ കൊള്ളാമായിരിക്കും, പക്ഷെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എല്ലാം കൂടെ മറ്റേ അടുപടല ട്വിസ്റ്റ് അടിച്ച് ചിലപ്പം സാബുമാൻ ക്യാപ്റ്റനായി ചിലപ്പോൾ ഈ ആഴ്ച സാബുമാൻ അങ്ങ് സേവ് ആയി പോകും. പിടികിട്ടിയില്ലേ? സേവ് ആവട്ടെ സാബുമാൻ. പ്രത്യേകിച്ച് ഞാൻ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ ആരെയും ഒരു വെറുപ്പിക്കാതെ, ആർക്കും ഒരു ശത്രുത ഉണ്ടാക്കാതെ, ഒന്നും ചെയ്യാതെ അതിനകത്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതൊരു എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല. ജനങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ പുള്ളി? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കണ്ടിട്ടാണ് പുള്ളിക്കൊരു വോട്ട് ഇങ്ങനെ കിട്ടുന്നത്, പുള്ളി ഓരോ ആഴ്ച ഇങ്ങനെ തള്ളി കയറി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല.
അപ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റേ ഹൈപ്പ് വീഡിയോ അതിലും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിലും പറയുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ആരും പോവല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പോൾ ഈ എടുക്കുന്ന ഈ പോർഷൻ ഞാൻ രണ്ടാമത് എടുത്തിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ കുത്തിക്കയറ്റി വിടുന്നതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയുന്നോടം വരെയുള്ള പോർഷൻ എടുത്തിട്ട് എഡിറ്റിന് ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ലൈവിലോട്ട് പോയപ്പോഴാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കുന്നത്. അപ്പോൾ അത് അടുത്ത വീഡിയോ വരെ ഒന്നും എനിക്ക് വെച്ചോണ്ടിരിക്കാൻ വയ്യ. അതാണ് പെട്ടെന്ന് ഞാൻ ഈ വീഡിയോയിലോട്ട് ഇതങ്ങ് കുത്തിക്കയറ്റുന്നത്. സംഗതി വേറൊന്നുമല്ല, നമ്മുടെ നൂറയുടെ ഗെയിം എങ്ങോട്ട് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ പുറത്തിരുന്ന് മറ്റേ ആട്ടുകസേരയില്ലേ, ആട്ടുകസേരയെന്ന് മറ്റേ തൂക്കിയിടുന്ന മറ്റേ ആടുന്ന മറ്റേ സാധനം, അപ്പോൾ അതിനകത്ത് ആദിലെ നൂറയും ഇരിക്കുകയാണ് അപ്പുറം ഇപ്പുറയായിട്ട്. എന്നിട്ട് നൂറ ആദിലോട് പറയുകയാണ്, അനുമോളെ ഒന്നും നമ്മളിനി അധികം അടുപ്പിക്കരുത് കേട്ടോ, അധികം ഇനിയും അനുമോളെ ഒന്നും അടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പുറത്തെ ഫ്രണ്ട്ഷിപ്പാണ് ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ അധികം ഒന്നും അടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അനുമോളെ എന്നൊക്കെ നൂറ ഇരുന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ലാലേട്ടനാണെങ്കിൽ പോലും എന്നോട് ചോദിക്കുന്നു ടൂറിനാണോ ഇവിടെ വന്നത്, ടൂറിന് വന്നതാണോ മോളെ എന്നൊക്കെ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ചോദിച്ചല്ലോ. അത് കേട്ട ഉടനെ തന്നെ അതിൽ പറയുന്നുണ്ട്, മോളെ അത് അങ്ങനെയല്ല, അക്ബർ പറഞ്ഞു, അതായത് നൂറ ഇവിടെ ടൂറിന് വന്നതുപോലെയാണെന്ന് അക്ബർ പറഞ്ഞത് കേട്ടിട്ട് ലാലേട്ടൻ ചോദിക്കുകയാണ്. അതായത് അക്ബർ പറഞ്ഞല്ലോ ഇങ്ങനെ മോള് ടൂറിന് വന്നതാണല്ലോ എന്ന് ചോദിച്ചതാണ്. ഉടനെ നൂറ പറയുന്നുണ്ട്, എന്നിട്ട് അക്ബറിനെ പറ്റി എന്താ ഒന്നും ചോദിക്കാത്തത്, എന്നെ പറ്റി മാത്രമാണല്ലോ ഇങ്ങനെയൊക്കെ ചോദിച്ചത്, അക്ബർ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നത്, എന്നെ പറ്റി എന്നോടെന്താ ചോദിക്കാത്തത്, അക്ബർ ഇവിടെ ഒരു കുത്തിത്തിരിപ്പാന്ന് ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മനസ്സിലും ഉണ്ട്, എന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ലാലേട്ടൻ എന്താ എന്നോട് ചോദിക്കാത്തത് എന്നൊക്കെ നൂറ എവിടെ നിന്ന് പറയുന്നത് കേട്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ കൊച്ചിന്റെ ഗെയിം ഇത് എങ്ങോട്ട് പോണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ ആഴ്ച വീണ്ടും ഇന്ന് തിങ്കളാഴ്ച തുടങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അനീഷിന്റെ പുറകെ പോകുന്നുണ്ട്, മെയിനായിട്ട് ആദില. പോട്ടെ, അത് അവരുടെ ഗെയിം. ഇന്നിപ്പം ആണെങ്കിൽ തന്നെ ചിലപ്പോൾ ഈ ആദില നൂറയും കൂടെ അങ്ങോട്ട് പോകുന്നതായിരിക്കത്തില്ല, ചിലപ്പോൾ അനീഷേട്ടൻ ഇങ്ങോട്ടൊരു കൊട്ടും കൊണ്ട് വരുമ്പോഴത്തേക്ക് തിരിച്ചു കയറി പിടിക്കുന്നതാണ്. പിന്നെ ഈ ആഴ്ച അങ്ങനെ അങ്ങ് പോകും, പോട്ടെ, അത് അവരുടെ ഗെയിം. പക്ഷേ ഈ ഒരു പരിപാടി ലാലേട്ടൻ ചോദ്യം ചെയ്തതിനെ പോലും നൂറ വേറെ രീതിയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് വിടാനൊക്കെ തുടങ്ങി. അത് ഒരു രീതി നോക്കുമ്പോഴത്തേക്ക് നൂറയുടെ ഗെയിം ആയിരിക്കാം, പക്ഷെ ലാലേട്ടൻ ആ ചോദിച്ചത് ഇപ്പൊ ആദില പറഞ്ഞു കൊടുത്ത പോലെ അത് അക്ബർ ഇരുന്ന് പറയുന്നത് ലാലേട്ടൻ കേട്ടു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നൂറ മോൾ ഇവിടെ ടൂറിന് വന്നതാണോ, അക്ബർ അങ്ങനെ പറയുന്നത് കേട്ടല്ലോ. അതിനെയൊക്കെ മനസ്സിലെടുത്ത് വെച്ചിട്ട് ലാലേട്ടൻ എന്നോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ, അക്ബർ കുത്തിത്തിരിപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാത്തത്, ആ രീതിയിലേക്ക് ആ ഒരു ഫോമിലേക്ക് നൂറ ഡീവിയേറ്റ് ചെയ്ത് വിടുകയാണ്. രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒന്ന്, നൂറ പറയുന്ന സൈഡിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറയ്ക്ക് വിഷമം വന്നതിനകത്തും കാര്യമുണ്ട്. നൂറയെ പറ്റി അക്ബർ ഇങ്ങനെ പറയുന്നത് ലാലേട്ടൻ എടുത്ത് ചോദിച്ചു, പക്ഷെ നൂറ പറയുന്നതൊന്നും എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് വളരെ മാന്യമായിട്ട് നൂറ, അത് അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നൂറ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത്? എല്ലാ കാര്യങ്ങളും അവിടെ ഓരോ ആഴ്ചയിലും ഓരോ ആൾക്കാർ മറ്റൊരാളെ പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ അതേപോലെ ചോദിക്കാൻ പറ്റണമെന്നില്ലല്ലോ. പിടികിട്ടിയില്ലേ? വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതിനെ അങ്ങനെ തിങ്ക് ചെയ്യാതെ ഓക്കെ, അത് ഒരു ഗെയിമിന്റെ സെൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ആ ഒരു സാധനത്തിന് ആ ഒരു കോണ്ടന്റിനെ എടുത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ അനീഷിന്റെ പുറകെ തന്നെ പോകാതെ പുതിയ കോണ്ടന്റുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും അതൊരു എങ്ങനെ ആ ഒരു ഗെയിം റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ നൂറ ഈ പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു കാര്യം ചിലപ്പോൾ ലാലേട്ടൻ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊള്ളാമായിരിക്കും എന്നെനിക്ക് തോന്നി. അപ്പോൾ എന്താണെങ്കിലും ഇതും കൂടെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് നിങ്ങളോട് ഇതും കൂടെ ഒന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് തോന്നി. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ എത്തിക്കാം. പിന്നെ അനുമോളെയൊക്കെ ഇനി മെല്ലെ ചവിട്ടി തുടങ്ങും കേട്ടോ, ഒന്ന് നോക്കി കണ്ട് നിന്നാൽ മതിയെന്നാണ് എന്താണെങ്കിലും നൂറ പറയുന്നത്. ത്രിമൂർത്തികളായിരുന്നല്ലോ, ഇനി ത്രിമൂർത്തികളൊക്കെ മാറി ഒരൊറ്റ മൂർത്തിയായിട്ട് നിന്ന് കളിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രൂപ്പുകളൊക്കെ മാറട്ടെ, വിട്ടുവിട്ട് മറ്റേ ഫ്രണ്ട്ഷിപ്പും മറ്റേ മിത്രം കളി അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. ഇനിയും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സോ ഇൻഡിവിജ്വൽ ഗെയിംസ് വരട്ടെ. ആദില നൂറയാണെങ്കിലും ശരി, ഈ നൂറ എപ്പോഴും ഇങ്ങനെ ആദിലക്ക് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പം നൂറ പറയുന്നുണ്ട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണ് ഉപദേശം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, തന്നെ മുന്നോട്ട് കളിക്കുക. ഇപ്പൊ അനുമോളെ വിട്ടിട്ട് ഓപ്പോസിറ്റ് നിന്ന് അനുമോളുടെ ഓപ്പോസിറ്റ് നിന്ന് കളിക്കുകയാണെങ്കിൽ അതിലേക്ക് കളിക്കുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അത് അങ്ങനെ കുറച്ച് നല്ല ഗെയിമുകൾ വന്നാൽ രസമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക.